വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന വർക്ക് എന്നുള്ളത് ബായൻ ബൈ മഹേശ്വത ദേവി. ഈ ഒരു വർക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ബയാൻ ഇസ് എ പ്ലേ ബൈ മഹേശ്വത ദേവി. ഈ ഒരു സ്റ്റോറി പറയുന്നുള്ളത് ചാണ്ടിദാസി എന്ന വുമണിനെ പറ്റിയിട്ട്. ആ ഒരു വുമൺ എന്നുള്ളത് സ്കേപ്പ് ഗോട്ടഡ്, ബഹിഷ്കരിക്കപ്പെട്ടു ആൻഡ് ബാനിഷ്ഡ് ഫ്രം സൊസൈറ്റി ആസ് എ ബായൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് ബാനിഷ് ചെയ്യുകയും സ്കേപ്പ് ഗോട്ടഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലേയെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് സ്ത്രീകളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അന്ധവിശ്വാസത്തിൻ്റെ റോൾ എന്നുള്ളതും അതുപോലെ തന്നെ ജെൻഡേർഡ് സബൾട്ടേണാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ചാണ്ടിദാസി എന്നുള്ളത് മെമ്പർ ഓഫ് ദ ഡോം കേസ്റ്റ്. ഷീ ഈസ് ദ കെയർടേക്കർ ഓഫ് ഗ്രേവ്സ് കെയർടേക്കർ ചെയ്യുന്നത് ഒരു സ്ത്രീയാണവൾ. അതുപോലെ തന്നെ അവൾക്കൊരു ഭഗീരഥ് എന്ന സണ്ണുണ്ട്. ചാണ്ടിദാസി പറയുന്നുള്ളത് കുറ്റപ്പെടുത്തപ്പെട്ടു, ബായൻ എന്ന് കുറ്റപ്പെടുത്തപ്പെട്ടു, മന്ത്രവാദിനി എന്നും കുറ്റപ്പെടുത്തപ്പെട്ടു. ആ ഒരു അന്ധവിശ്വാസികളായ വില്ലേജസ് അവളെ ബായൻ എന്നും വിച്ചെന്നും കുറ്റപ്പെടുത്തി. അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റെയിൽ റോഡ് ട്രാക്സിൽ ഒരു കുടിലിൽ ഇംപ്രിസേൺഡ് ചെയ്യപ്പെട്ടു. ചാണ്ടിദാസി ഒരു രോഗം വന്നിട്ടാണ് മരിച്ചത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി അവൾ എന്ത് ചെയ്തു, ബായൻ എന്നാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അവളുടെ ആ ഒരു ഡെത്തിന് ശേഷം അവളുടെ സൺ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കലി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, പബ്ലിക്കലി പ്രഖ്യാപിക്കുന്നുണ്ട് അവൻ്റെ അമ്മ എന്നുള്ളത് ഒരിക്കലും ഒരു ബായനായിരുന്നില്ല എന്ന് ഭഗീരഥ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചതിന് ശേഷം പബ്ലിക്കലി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലാൻ്റെ തീം എന്നുള്ളത് പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വുമണിൻ്റെ ആ ഒരു കീഴ്പ്പെടൽ, പുരുഷാധിപത്യമുള്ള സമൂഹത്തിലെ ആ ഒരു വുമണിൻ്റെ കീഴ്പ്പെടുത്തലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്കിൽ ഷോ ചെയ്യുന്നുള്ളത് ഒരു വർക്കിംഗ് ക്ലാസ് വുമൺ എങ്ങനെയാണ് സ്കേപ്പ് ഗോട്ടായിട്ട് മാറുന്നത് എന്നാണ് ഷോ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ റെസ്പെക്റ്റബിൾ എക്സിസ്റ്റൻസിന് പിന്നിലുള്ള ഹാർഡ് റിയാലിറ്റീസിനെയും ഈ ഒരു പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലേയിൽ കൂടി പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് റൂറൽ ഇന്ത്യയിൽ ക്രൂവൽ റിയാലിറ്റീസിൻ്റെ ഫേസാണ് ഈ ഒരു ബായൻ എന്ന പ്ലേയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചാണ്ടിദാസി പറയുന്നത് പ്ലേയുടെ പ്രീഡോമിനൻ്റ് റോൾ ഇൻ ദിസ് പ്ലേ. അവളുടെ തീംസ് എന്ന് പറയുന്നത് ബ്രൂച്വാലിറ്റി, ക്രൂരത ആൻഡ് ഓപ്പറേഷൻ ഫേസ്ഡ് ബൈ ദി ദളിറ്റ്സ്, എസ്പെഷ്യലി വുമൺ. അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ് ദ ഹാൻഡ്സ് ഓഫ് അപ്പർ എലൈറ്റ് ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്നും അവർക്ക് ഓപ്പറേഷനൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. ഭഗീരഥ് പറയുന്നത് ഒരു യങ് ബോയ് ആണ്. അവൻ്റെ മദറാണ് ചാണ്ടി എന്ന് പറയുന്നുള്ളത്. ഷീസ് ഡിക്ലെയർഡ് എ ബായൻ ഓർ വിച്ച്. അവളിപ്പോൾ ജീവിക്കുന്നുള്ളത് റെയിൽവേ ട്രാക്കിലാണ്. ഭഗീരഥ് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ അച്ഛനായ മരീന്ദറിൻ്റെ കൂടെയും അതുപോലെ തന്നെ സ്റ്റെപ്പ് മദറിൻ്റെ ഒന്നിച്ചാണ് ജീവിക്കുന്നുള്ളത്. ബായൻസ് പറയുന്നുള്ളത് വെരി ഡേഞ്ചറസ് ആയിട്ടാണ് അവർ കാണുന്നത്. അവരുടെ ആ ഒരു അപ്രോച്ച് പീപ്പിളിനെ വാൺ ചെയ്യുന്നുമുണ്ട്. ഈ ഒരു ചാണ്ടി പറയുന്നുള്ളത് ഷെഡ് ഹാസ് എ റെഡ് ഫ്ലാഗ് ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ്. അതുപോലെ തന്നെ അവൾ ധരിക്കുന്നുള്ള വസ്ത്രം എന്നുള്ളത് റെഡാണ്. ഒരു ദിവസം അവൾ ആ ഷെഡ് ലീവ് ചെയ്ത് കൊണ്ടിട്ട് പോണ്ടിൻ്റെ എഡ്ജിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മലിന്ദർ അവൻ്റെ സണ്ണിനോട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടും എന്തിനാണ് വന്നതെന്നുള്ളത് ദേഷ്യത്തോടെ ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അവരോട് ഒരു ഓയിലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവളുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഓയിലിന് വേണ്ടിയിട്ടും കെറോസിന് വേണ്ടിയിട്ടും ചോദിക്കുന്നുണ്ട്. അവൾ കരയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഡോഗ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ ഫുഡ് സ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഇങ്ങനെ കരയുന്നുണ്ട്. മലീന്ദറാണെങ്കിൽ അലറുകയാണ് ചെയ്യുന്നുള്ളത് അവളോട്. എന്നിട്ട് അവളുടെ നേരേക്ക് മഡ് ആൻഡ് സ്റ്റോൺസ് എറിയുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അവൻ വിഷമിക്കുന്നുണ്ട്, മലീന്ദർ വിഷമിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട് പണ്ട് എത്രത്തോളം ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. ഭഗീരഥ ആണെങ്കിൽ ഫാദർ ഈ ഒരു ബായനോട് മുണ്ടി എന്ന കാര്യത്തിൽ ആശ്ചര്യപ്പെടുകയും പേടിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ബായനോട് മുണ്ടിയാൽ പെട്ടെന്ന് മരിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് പേടിക്കുകയും അതുപോലെ തന്നെ ആശ്ചര്യപ്പെടുകയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ പറയുന്നുള്ളത് ഹി ഹാസ് ഹേർഡ് ബായൻസ് ആർ നോട്ട് ഹ്യൂമൻ ബീയിങ്സ്.
മനുഷ്യന്മാരല്ല എന്നാണ് അവർ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ത്രീയുടെ മകനായത് എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മലീന്ദർ ആണെങ്കിൽ ട്രൈസ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് അവൾ ഒരു സമയത്ത് വുമണായിരുന്നു, പക്ഷേ ഇപ്പം അല്ല എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ഭഗീരഥന് ഡസ് നോട്ട് ഹാവ് എ മദർ എനിമോർ എന്നൊക്കെ ആ മലീന്ദർ മകനോട് പറയുന്നുണ്ട്. മലീന്ദർ വർക്ക് ചെയ്യുന്നുള്ളത് ഒരു ക്രിമേഷൻ ഗ്രൗണ്ട്സിലാണ്, ശ്മശാന സ്ഥലത്താണ്. അതുപോലെ തന്നെ അവൻ്റെ കമ്മ്യൂണിറ്റിയുമായിട്ട് റെസ്പെക്റ്റഡ് ആണ്. മലീന്ദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത് ചാന്തി അവൻ്റെ വൈഫായ സമയത്ത് അവൻ്റെ എല്ലാമായിരുന്നു എന്നും, പക്ഷേ വിധി അവളെ ഒരു വിച്ചാക്കുകയും അതുപോലെ തന്നെ അവൾക്ക് മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ മകനോട് പറയുന്നുമുണ്ട്. ഭഗീരഥ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കലും അമ്മേൻ്റെ അടുത്ത് പോയില്ല അങ്ങനെയൊക്കെ അവന് വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും ഈ ട്രീ സ്റ്റോണിൻ്റെ അടുത്ത് വരില്ല എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പായൻ്റെ മകനെ ഇൽ ട്രീറ്റ് ചെയ്തെങ്കിൽ അവരുടെ മക്കൾ, ആ ഇൽ ട്രീറ്റ് ചെയ്തവരുടെ മക്കൾ മരിക്കുമെന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു കാര്യം എന്നുള്ളത് സ്റ്റെപ്പ് മദറിൻ്റെ ഹേർട്ടിൽ ടേക്ക് ചെയ്ത്, അതുപോലെ തന്നെ അവൾ ഇമോഷണലസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് സ്റ്റെപ്പ് സണ്ണുമായിട്ട് ഉണ്ടായിരുന്നത്. അവൾ പലപ്പോഴും ഈ ഒരു കാര്യം, ഈ ഒരു ഇമോഷണലസ് ആയിട്ട് റിലേഷൻഷിപ്പൊക്കെ അവളുടെ മകളെ ബാധിക്കുമോ എന്ന കാര്യമൊക്കെ ചിന്തിക്കാറുണ്ട്. ഷീസ് ആൻ അഗ്ലി വുമൺ. അയാളുടെ മലീന്ദറിൻ്റെ ഫസ്റ്റത്തെ വൈഫിനെ പോലെ ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല അവൾ. ഒരു ദിവസം മകനെയും കൂട്ടിയിട്ട് റെയിൽവേ ട്രാക്കിലൂടെ മലീന്ദർ നടക്കുകയായിരുന്നു. മലീന്ദർ ഒരു മീറ്റ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു ബനിയൻ ട്രീൻ്റെ അണ്ടറിൽ ഇരുന്ന് കൊണ്ട് നിൽക്കുന്ന സമയത്താണ് റോബേഴ്സ് വിസിറ്റ് ചെയ്തിട്ടുള്ള പ്ലേസാണ് അതെന്ന് ഭഗീരഥ് നോട്ടീസ് ചെയ്യുന്നുള്ളത്. അങ്ങനെ അവർ അവിടെ ഈവനിങ് ട്രെയിൻസിൽ റോബറി സ്ട്രിങ്സൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവൻ്റെ സ്കൂളിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ്. സ്കൂളിൽ 1955 അൺടച്ചബിലിറ്റി ആക്ട് എന്നുള്ളത് കാസ്റ്റസ് ആൻഡ് ദർ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ടോക്സ് അബൌട്ട് ഈക്വാലിറ്റീനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു അൺടച്ചബിലിറ്റി ആക്റ്റിലുണ്ട്. അതുപോലെ തന്നെ അവനെ പോലെയുള്ള മറ്റുള്ളവരും ഇപ്പോഴും സ്റ്റിൽ സിറ്റ് അപ്പാർട്ട് എന്നാണ് പറയുന്നുള്ളത്. മലീന്ദർ ഫസ്റ്റ് വൈഫിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് മകനോട് ചാന്ദിനെ പറ്റിയിട്ട്, വൈഫിനെ പറ്റിയിട്ട് പറയാൻ ഇങ്ങനെ തീരുമാനിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫാദർ എന്നുള്ളത് ഗ്രേവ്സ് ഡിഗ് ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാവർക്കും വില്ലേജസിലത്തെ എല്ലാവർക്കും പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വില്ലേജസിലത്തെ എല്ലാവരും അദ്ദേഹത്തിൽ നിന്നും ചിൽഡ്രനെ അകറ്റി നിർത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ശാന്തി എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ അച്ഛൻ മരിച്ചതായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണ്. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതിനുശേഷം അവൾ ഇങ്ങനെ ഗ്രേവ്സിനൊക്കെ ഗാർഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഡെഡായിട്ടുള്ളത് ബൊറി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ജനങ്ങൾ അവളോട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ അവരൊക്കെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. മലീന്ദർ പറയുന്നുള്ളത് ഈ സമയത്തൊക്കെ മോർച്ചറിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ശാന്തിനെ അവൻ ബനിയൻ ട്രീൻ്റെ അടിയിൽ കാണാണ്. അപ്പം അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഡാർക്കിനൊന്നും നിനക്ക് പേടിയില്ലേ എന്നുള്ളത്. അപ്പോൾ അവളിങ്ങനെ അലർച്ചയോടെ ചിരിക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഭഗീരഥ് ജനിച്ചിട്ട് കുറച്ച് കഴിയുമ്പം ചാന്തി കം ഹോം ക്രൈയിങ്. എന്നിട്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ എന്നെ കല്ലെറിയുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മലീന്ദർ ഒരു രോഷാകുലനാവുന്നുണ്ട്. പിന്നെ ചാന്തി എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ അവളിങ്ങനെ ആലോചിക്കുന്നു, ഇങ്ങനെ അവളുടെ കുടുംബത്തിൽ ഇങ്ങനെ മറ്റ് മെയിൽ മെമ്പേഴ്സൊന്നും ഈ ഗ്രേവ് ബുറി ചെയ്യാനില്ല എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവളുടെ ഈ ഒരു ട്രഡീഷണൽ ഒക്യുപ്പേഷൻ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. പിന്നെന്താ വെച്ചാൽ ഈ ഒരു ഷീ കവേർഡ് ദ ഗ്രേവ്സ് ഷീ വറീഡ് ആൻഡ് വെപ്റ്റ്. ഈ ഒരു ഗ്രേവ്സൊക്കെ കവേർഡ് ചെയ്യുമ്പോൾ അവൾ വിഷമിക്കുകയും കരയുകയൊക്കെ ചെയ്യുമായിരുന്നു. അവൾ ആ ഒരു വില്ലേജിലത്തെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. അവളുടെ ബ്രസ്റ്റിൽ നിന്നും വേദന കൊണ്ട് പാലൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ ഒരു കാര്യത്തിന് ഞാൻ ഫിറ്റല്ല എന്നൊക്കെ, സ്യൂറ്റബിൾ അല്ല എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു.
മലിന്ദറിൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടർ ഒരിക്കലും അവളെ കാണാൻ വേണ്ടി വന്നു, തുക്കിനി എന്ന് പറയുന്ന ആ ഒരു മലിന്ദർ സിസ്റ്ററിൻ്റെ മകളും. അപ്പോൾ അവിടെ ഒരു സ്മോൾ പോക്സ് ഔട്ട് ബ്രേക്ക് ചെയ്തിട്ട് തുക്കിനി മരിക്കുന്നുണ്ട്. അപ്പോൾ ചാന്തി എന്താകുന്നുണ്ട്, കുറ്റപ്പെടുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ പീപ്പിൾ ഇങ്ങനെ സംസാരിക്കുന്നു, അവളുടെ ബ്രസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് മിൽക്ക് സ്പിൽ ചെയ്യുന്നതെന്നതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പീപ്പിൾ ടോക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ ബ്രസ്റ്റിൽ നിന്നും ഈ ഒരു മിൽക്ക് വരുന്നത് കാരണമായിട്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അവസാനം അവൾ ഈ ഒരു ഗാർഡിങ് ദി ഗ്രേവ്സ് എന്ന ജോബ് ഉപേക്ഷിക്കുകയാണ്. ചാന്തി അങ്ങനെ മലീന്ദറിനോട് അദ്ദേഹത്തിൻ്റെ ന്യൂ ഗവൺമെൻറ് ജോബിനെ പറ്റി ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യാൻ ഇങ്ങനെ പറയാമെന്ന്. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ഹെർ അബൌട്ട് ബീയിങ് എ ബായൻ, ബട്ട് ഷീ വാസ് ഹൊറിഫൈഡ് ആൻഡ് ടോൾഡ് ഹിം നോട്ട് ടു അറ്റർ ദാറ്റ് വേർഡ്. അവൾ കരയുകയും അതുപോലെ തന്നെ ബെഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീലിംഗ് എന്നുള്ളത് അഫ്രൈഡ് ദാറ്റ് ഷീ വുഡ് നെവർ സീ ഹെർ, അവളുടെ മകനെയും ഹസ്ബൻഡിനെയും ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സങ്കടമായിരുന്നു അവൾക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് 2 months കഴിഞ്ഞതിന് ശേഷം എല്ലാം ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് പോവുകയാണ്. ചാന്തി എന്ത് ചെയ്യുന്നുണ്ട്, ബിക്കം വോൾ അഗെയിൻ. പക്ഷെ അവളിങ്ങനെ ചിൽഡ്രൻ്റെ ഡെത്തിനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുകയാണ്. അവൾ ഇങ്ങനെ വിചാരിക്കുന്ന അവളുടെ ഫാദറിൻ്റെ അടുത്ത് കുട്ടികളൊന്നും പോക്കില്ല പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മലീന്ദർ വിചാരിക്കുന്നത് ഇവൾ സ്ലോലി ചേഞ്ചിങ് ഇൻ ടു എ വിച്ച് എന്നാണ് ചിന്തിക്കുന്നുള്ളത്. വാസ് ബിഗിനിങ് ടു വണ്ടർ ഇഫ് ഷീ വാസ് സ്ലോലി ചേഞ്ചിങ് ഇൻ ടു എ വിച്ച്. ഈ ഒരു ഡോം കമ്മ്യൂണിറ്റി പറയുന്നുള്ളത് ചാന്തിയെ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നുള്ളത്. ദേ കം ഔട്ട് വൺ സ്റ്റോമി നൈറ്റ്, ഒരു രാത്രിയിൽ അവരൊക്കെ ഈ ഒരു മലീന്ദറിൻ്റെ കോർട്ട്യാർഡിൽ വന്ന് നിൽക്കുകയാണ്. മലീന്ദർ ആണെങ്കിൽ ഷോക്ക് ചെയ്യുന്നുണ്ട് എന്താണ് കാരണം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ ഒരു ബായനെ ആണോ വൈഫായിട്ട് കീപ്പ് ചെയ്യുന്നുള്ളത്? മലീന്ദർ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചാന്ദീനെ കാണുന്നുള്ളത് ഒരു റിവാളും വിളക്കുമായിട്ടാണ് കാണുന്നുള്ളത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ചിൽഡ്രൻസിൻ്റെ ഗ്രേവ്സ് കവർ ചെയ്യുകയാണെന്ന്. അപ്പോൾ വില്ലേജ് അവളെ പ്രൊണൗൺസ് ചെയ്യുന്നുള്ളത് ബായൻ എന്നാണ്, ബായൻ എന്ന് പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അവൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് പറയാണ്, അല്ല ഞാൻ എൻ്റെ ഫോർഫാദേഴ്സിൻ്റെ ജോബ് ചെയ്യുകയാണെന്നാണ് പറയുന്നുള്ളത്. ഞാനൊരിക്കലും ഒരു ബായനിൽ എനിക്ക് മകനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ഷീ ആസ്കർ, മലീന്ദറിനോട് പറയുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. പക്ഷെ അവൻ്റെ മൈൻഡിലാണെങ്കിൽ വേദനകളൊക്കെ നിറഞ്ഞിങ്ങനെ അവരൊക്കെ പറയുന്നുണ്ട്, നീ അവളുടെ അടുത്ത് പോവല്ല, നിനക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുമോ എന്നൊക്കെ പറയുന്നുള്ളത് അവൻ്റെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മലീന്ദർ എന്ത് ചെയ്യുന്നുണ്ട്, അവളോട് അലറിക്കൊണ്ട് അവളെ നീ ഒരു ബായനാണെന്ന് പറഞ്ഞ് അവളെ പുറത്താക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അവൾ ഇങ്ങനെ കരയുകയാണ്. ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് ഭഗീരഥ് എന്താണ് നെക്സ്റ്റ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മലീന്ദർ പറയുന്നുണ്ട്, അങ്ങനെയാണ് അവൾ ബെൽറ്റല എന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി പോയതെന്നൊക്കെ പറയുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ഭഗീരഥ് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, അമ്മക്ക് സാരിയാണോ ധോത്തിയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ എന്നോട് മിണ്ടണ്ട, നീ എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ കരയാൻ ചെയ്യുന്നുള്ളത്. നീ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിൻ്റെ അച്ഛനോട് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഒരു രാത്രി ബായന് വിചാരിക്കുന്നുണ്ട്, എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുമോ, ഡേഞ്ചറൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മലീന്ദർ ആണെങ്കിൽ ഒരു തോട്ട്ലെസ് പാരൻ്റ് ആണെന്നൊക്കെ ചിന്തിച്ചിട്ട് അവളൊരു വിളക്കുമായിട്ട് ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് റോബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു റോബേഴ്സ് ഓടാൻ ചെയ്യുന്നുള്ളത്, വായനൊന്ന് പേടിച്ചുകൊണ്ട് അവരിങ്ങനെ ഓടാൻ ചെയ്യുന്നുള്ളത്. അങ്ങനെ അവളിങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു മേജർ ട്രെയിൻ ഡിസാസ്റ്റർ സംഭവിക്കേണ്ടതായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൾ ഉറക്കെ നിലവിളിക്കുന്നുണ്ട് ആ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ അവളുടെ ആ ഒരു ട്രെയിനിൻ്റെ ലൈറ്റ് എന്നുള്ളത് അവളെ വിഴുങ്ങുകയാണ്, അവൾ മരിക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇവിടെ ഹെർ നെയിം ബിക്കംസ് അസോസിയേറ്റഡ് വിത്ത് സെൽഫ് സാക്രിഫൈസ്. ആ ഒരു ട്രെയിൻ ഡിസാസ്റ്റർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ സെൽഫ് സാക്രിഫൈസ് ചെയ്യുകയും ഇവിടെ ഒരു ഹീറോയിസാണ് കാണുന്നുള്ളത്. അങ്ങനെ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നുണ്ട് അവൾക്കൊരു മെഡലൊക്കെ കൊടുക്കാൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ നീ ഒരു ബ്രേവ് വുമൺ എന്നുള്ളത്. ജനങ്ങളൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കാമെന്ന്,
ഈ ഒരു കാര്യം എന്നുള്ളത് ഭഗീരഥനെ സർപ്രൈസ് ചെയ്യാൻ ചെയ്യുന്നുള്ളത്. അങ്ങനെ അവൻ പറയുന്നുണ്ട് എൻ്റെ മദറാണ് ശാന്തി എന്നുള്ളത്. അങ്ങനെ ഹീ നെയിംസ് ഹെർ ആൻഡ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാദർ ആൻഡ് അവന് കരയാൻ തുടങ്ങി. അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ അച്ഛൻ്റെയും അവൻ്റെ അമ്മയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ എന്നുള്ളത് ഒരിക്കലും ഒരു വായനായിരുന്നില്ല എന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഈ ഒരു ഓഫീസർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ക്രൗഡിന് ഇങ്ങനെ സ്റ്റെയറിങ് ചെയ്യുന്നുണ്ട്, തുറച്ചു നോക്കാൻ ചെയ്യുന്നുള്ളത്. ഡോംസ് എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റി സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. ഈ ഒരു സൈലൻറ്റിൽ സഫോക്കേറ്റിങ്, ഒരു ശ്വാസം മുട്ടിക്കലും അതുപോലെ തന്നെ അസഹനീയമായ ഒരു നിശബ്ദതയായിരുന്നു അവരുടേത്. ഈ ഒരു വർക്കിൽ, ഈ ഒരു പ്ലേയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. സോ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ബാക്കിയുള്ള വർക്ക്സും ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.